നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ആത്മാക്കളുടെ കാര്യവും. അവർക്കും വേണം ഭക്ഷണവും വെള്ളമൊക്കെ. അതുകൊണ്ടല്ലേ മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മള് കർക്കിടകത്തിലെ കറുത്തവാവിന് ഉരുളി ഉരുട്ടി വെക്കുന്നത്. സരോജം, എന്റെ മോന് വേണ്ടി ഞാൻ എങ്ങനെയാ ചെയ്യണം പത്മാവതി. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാ അവൻ സ്വപ്നത്തിൽ വന്ന് അമ്മ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഇതിപ്പോ സ്വപ്നത്തിലേ വന്നുള്ളൂ. ദുർമരണമാ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേതശല്യം വരെ ഉണ്ടാവും. ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന എന്റെ ചങ്കിലോട്ട് നീ തീ കോരിയിടല്ലേ സരോജ. എന്നാ ഞങ്ങൾ ഇറങ്ങോ പത്മാവതി? വൈകുന്നേരത്തേക്ക് ഒന്നും കാലാക്കിയിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ ഇരിക്കുക. ഞാനിവിടെ മിണ്ടാൻ ആരുമില്ലാതെ വലയുക. ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട് പത്മാവതി. ചിട്ടിക്കാശ് പിരിക്കാനുള്ളത് മുഴുവൻ പിരിച്ചിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നിങ്ങൾ വാ. നാളെ നിങ്ങൾ എത്തുമ്പോഴേക്കും അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഇപ്പോഴേ കൊതിപ്പിക്കില്ലേ അമ്മേ? അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടാ ഞാൻ അമ്പലത്തിൽ നിന്നും പോവാതെ നേരെ വണ്ടി എടുത്ത് അങ്ങ് വരും. അയ്യോ, അതൊന്നും വേണ്ട. നാളെ ശിവക്ഷേത്രത്തിന്റെ ദർശനമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇങ്ങ് വന്നാ മതി. അമ്മയും മാമ്പഴപ്പുളിശ്ശേരിയും എന്നുകൂടി ഉണ്ടല്ലോ. പ്രാർത്ഥിക്കണേ അമ്മേ. അതെപ്പോഴും എൻ്റെ മോൻ്റെ കൂടെയല്ലേ ഉള്ളത്. മാമ്പഴപ്പുളിശ്ശേരി എവിടെ അമ്മേ? അയ്യോ അമ്മേ, 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 വിഷ്ണുറാവു, എന്താ എന്താ പറ്റിയേ? കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അമ്മേ, അമ്മേ, അമ്മ എണീക്കമ്മേ. അമ്മേ, അല്ല ഇത് അമ്മേ, 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 ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് കുഴപ്പമായല്ലോ ദൈവമേ. അമ്മേ, 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 അമ്മേ എണീക്കമ്മേ, അമ്മേ. നുണപരിശോധനയിൽ വരെ കൃത്രിമം കാണിച്ചെന്ന് അവർ സമർത്ഥിച്ചാൽ വിചാരണ പൂർത്തിയാകുന്നിടം വരെ നീ സബ് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. വിചാരണ കഴിഞ്ഞാലും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് എത്ര വർഷം കിടക്കേണ്ടി വരുമെന്നതിനെ സംബന്ധിച്ച് മാത്രം മതി സംശയം. അതിന്റെ രോഹിത് മരിച്ചിട്ടില്ലല്ലോ ചിറ്റപ്പ. ആ കേസിൽ എന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? എടി, അക്കാര്യം നമുക്കല്ലേ അറിയൂ. ആ സംഭവത്തിന് ശേഷം രോഹിത്തിനെ ഒരു മനുഷ്യജീവി കണ്ടിട്ടുണ്ടെന്നുള്ളതിന് തെളിവുണ്ടോ? എന്നാലും അവന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് എന്നെ എങ്ങനെ ശിക്ഷിക്കാനാ? അതാ, അത് നിനക്ക് നമ്മുടെ പോലീസിനെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്തോണ്ട് തോന്നുക. രോഹിത്തിനെ കൊലപ്പെടുത്താൻ നീ ശ്രമിച്ചെന്നത് സംബന്ധിച്ച് വേണ്ടത്ര തെളിവ് ശേഖരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രീരഞ്ജന് വിചാരിച്ചാൽ സാധിക്കും. അപ്പോഴും വധശ്രമത്തിനുള്ള ശിക്ഷ കിട്ടൂ. പക്ഷേ കുടുക്കണമെന്ന് വിചാരിച്ച് ഒരു പോലീസ് ഓഫീസർ തുനിഞ്ഞിറങ്ങിയാൽ രോഹിത്തിന്റെ ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ വരെ അവർ കണ്ടെത്തും. ചതിയാണ്, അറിയാം. പക്ഷെ കുടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മിടുക്കന്മാരായ ക്രിമിനലുകളെ കൂട്ടാൻ
പോലീസ് അങ്ങനത്തെ ചില വളഞ്ഞ വഴികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കള്ളസാക്ഷികളെയും വ്യാജ തെളിവുകളൊക്കെ സൃഷ്ടിക്കുന്ന പോലെ. നമുക്ക് ആ അസിസ്റ്റന്റ് കമ്മീഷണറോട് പറഞ്ഞാലോ രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്? പക്ഷെ എവിടെ? കാട്ടി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന വിശ്വസിക്കുന്നുണ്ടോ ശ്രീരഞ്ജനി? ആ രാജ്യമ്മ തൂക്കിയെടുത്തോണ്ടൊന്ന് ഇട്ടുകൊടുത്താലോ ശ്രീരഞ്ജനിയുടെ മുന്നിലേക്ക്? അടി, അതിന് രാജ്യമ്മ നമുക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കണ്ടേ സുസ്മിതേ? വിജയൻ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ അവര് പോലീസിനോട് പറഞ്ഞാലോ? ആർക്ക് വേണ്ടിയ വിജയൻ ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? എടി, അതും കൂടെ തെളിവാക്കി അവര് കോടതി കൊണ്ട് പ്രസന്റ് ചെയ്യും. ഇനി നമ്മൾ കള്ളക്കഥ മെനഞ്ഞതാണെന്നും മറ്റാരും അറിയാതെ രോഹിത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും അവർ സ്ഥാപിക്കും. ഇതിനിടെ രോഹിത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മളാവും ഉത്തരവാദികൾ. എന്നാ പിന്നെ എന്നെ നേരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോച്ചിട്ടപ്പാ. എന്തിനീ കഷ്ടപ്പാടൊക്കെ? എടി, അതിനാന്നോടി ചുറ്റപ്പൻ ഇത്രയും ബുദ്ധിമുട്ടിയത്. കളി ഇത്രയാ സ്ഥിതിക്ക് എനിക്കും ഹരം കയറി തുടങ്ങി. ഇനി ഇതിന് ഒരന്ത്യം കണ്ടിട്ടേ ബാക്കിയുള്ളൂ. നിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ പൂത്ത പണം കിടപ്പുണ്ടല്ലോ. എടി, പണം കൊണ്ട് നേടാനാകാത്തത് ഈ ലോകത്തൊന്നുമില്ലടി. ഞാൻ അയാളിനോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടില്ല. നിനക്ക് കുറെ പണത്തിന്റെ ആവശ്യമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമുള്ള എത്രയാന്ന് പറഞ്ഞാൽ രായിട്ട് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്കപ്പിൽ കിടക്കുന്ന എനിക്ക് എന്തിനാ ചിറ്റപ്പ പണം? എടി, നിനക്ക് ഈ ഊരാ കുടിക്കുന്നത് പുറത്തു കിടക്കണ്ടേ? അതിന് പണം വേണം. പണം കൊണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച സത്യങ്ങൾ നമുക്ക് മായ്ക്കാൻ പറ്റുമോ? തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ? കോടതിയെയും ജഡ്ജിമാരെയും സ്വാധീനിക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റില്ല. പക്ഷേ വേറൊന്നുണ്ട്. കേസിൽ അന്തിമ വിധി പറയുന്നത് കോടതിയായിരിക്കും. ആ കോടതിയുടെ കണ്ണു കെട്ടാൻ പറ്റും. മനസ്സിലായില്ല. സുസ്മിതേ, ഇതുവരെ നമ്മൾ കളിച്ചത് നമ്മുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ച. പക്ഷേ ഈ ഇന്നിങ്സിൽ എതിരാളി മുന്നിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരാളുടെ തലച്ചോറ് കൂടി വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ആര്? എ ഹൈലി പെയ്ഡ് ആൻഡ് ടാലന്റഡ് ലോയർ. തെളിവായി പിടിച്ചെടുത്ത ചുടുചോരയെ പച്ചവെള്ളമാക്കി മാറ്റാൻ മിടുക്കുള്ള ഒരാൾ. കോടതിയിലെ സത്യത്തെ നിമിഷ നേരം കൊണ്ട് കള്ളവും കള്ളത്തെ സത്യവുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാൾ. താൻ ഏറ്റെടുത്ത കേസിന്റെ ജയത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത എ ടാലന്റഡ് ക്രിമിനൽ ലോയർ. BTL അസോസിയേറ്റിന്റെ സാരഥി. BTL അസോസിയേറ്റ്സോ? BTL എന്നാൽ ബ്രെയിൻ ടു ലെറ്റ്, തലച്ചോറ് വാടകയ്ക്ക്. കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ്. യെസ്, ആളും അതുപോലെ ഇൻട്രസ്റ്റിംഗ്. എന്താ കക്ഷിയുടെ പേര്? അമീർ അബ്ദുള്ള. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.